ഹലോ, ഇറ്റ്സ് മീ ഷീബ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫിഷ് പൊള്ളിച്ചതാണ്. അതിന് നമുക്ക് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. ഒരു കൈ ഫുൾ, അതായത് ഒരു 7-8 ചെറിയ ഉള്ളി തോലെടുത്തിട്ട് അത്, പിന്നെ ഒരു വെളുത്തുള്ളി പീലാക്കിയത്, പിന്നെ ഒരു 2-3 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു കൈ ഫുള്ള് വറ്റൽമുളക്. അത് നമുക്ക് സോക്കാക്കിയത് ഒരു 7-8 നമ്മളെ എരിവിനനുസരിച്ചിട്ട് അത് മാറ്റാം. എത്ര നമുക്ക് എരിവ് വേണം അത്ര മാറ്റാം. പിന്നെ ഒരു പച്ചമുളക്, അത് വലുതായതുകൊണ്ട് ഞാൻ ഒന്നെടുത്തത്, നിങ്ങൾക്കത് ചെറുതെടുക്കുന്നുണ്ടെങ്കിൽ 2 എടുക്കുക. എന്നിട്ട് ഒരു ഹാൻഡ് ഫുള്ള് വാഷാക്കിയ മല്ലിച്ചപ്പ്, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലേൻ്റെ ഇല ഇടുന്നുണ്ട്, പിന്നെ ഒരു ഹാഫ് ലെമൺ സ്ക്വീസാക്കിയത്, പിന്നെ ഒരു ടീസ്പൂണ് വലിയ ജീരകം. അത് നിങ്ങൾക്ക് ഫ്ലേവറിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയെല്ലാം ചെയ്യുക. അതേപോലെ തന്നെ കുരുമുളകും ഒരു ടീസ്പൂണ് കുരുമുളക്. നിങ്ങൾക്കത് പൊടിയായിട്ട് അങ്ങനെ യൂസ് ആക്കുക. പൊടിയേക്കാളും നല്ലത് ഇങ്ങനെ ഇടിയെടുത്തിട്ട് വാഷാക്കിയിട്ട് ഇടുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി. അത് കാശ്മീരി വേണമെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ യൂസ് ആക്കുക, കളർ നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു ടീസ്പൂണ് ഉപ്പ് അങ്ങനെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇതെല്ലാം നല്ല ഭംഗിയിൽ മിക്സിയിലിടുക. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് പുളി സോക്കാക്കിയിട്ട് വെച്ച് അതിൻ്റെ വെള്ളവും കൂടി കൂട്ടിയിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ അരച്ചിട്ടെടുത്തിട്ട് അത് മീനിലേക്ക് ഇടാം. മീനിലേക്ക് ഇട്ടിട്ട് അത് നല്ല ഭംഗിയിൽ എല്ലായിടത്തേക്ക് എത്തുന്ന പോലെ ഫുള്ള് മസാല പരട്ടിയിട്ട് കൊടുക്കാം. മീനിൽ അടുത്തടുത്ത് ഇങ്ങനെ വര ഇടുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് മസാല കയറിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലിപ്പോൾ ഞാൻ അങ്ങനെ മുളക് പൊടി നല്ലോണം ഇടാത്തത് കൊണ്ട് നല്ല കളറില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാശ്മീരി എടുത്തെങ്കിൽ നല്ല കളറുണ്ടാവും. അതെല്ലായിടത്തേക്കും എത്തുന്നത് പോലെ ഫുള്ള് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കെല്ലാം ഇടണം. ഇതിപ്പോൾ ഞാനിവിടെ എയർ ഫ്രയറിലാണ് ആക്കുന്നത്. ഒരു അരമണിക്കൂർ ഇല്ലെങ്കിൽ 1 മണിക്കൂർ മീനിലെ മസാല നല്ല ഭംഗിയിൽ പൊടിക്കാൻ വെച്ചിട്ടായിട്ട് ഞാനിത് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒരു 200 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ഇത് സെറ്റാക്കിയത്. എന്നിട്ട് അത് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് 9 മിനിറ്റ് ആകുമ്പോൾ അത് എടുത്തിട്ട് കുറച്ച് ഓയിൽ സ്പ്രേ ആക്കിയിട്ട് തിരിച്ചിട്ടിട്ട് വീണ്ടും ബാക്കി റിമൈനിങ് ടൈം കുക്കാക്കാൻ വേണ്ടിയിട്ട് വെച്ച്. എന്നിട്ട് ഒരു പാൻ എടുത്ത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലിട്ട് എന്നിട്ട് കുറച്ച് ഒരു 2-3 ഉള്ളി, വലിയ ഉള്ളിയാണെങ്കിൽ 2 എടുത്താൽ മതി, ചെറുതാണെങ്കിൽ ഒരു 3-4 എടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ വലിയ ഉള്ളി എടുത്തത്. ഇത് നല്ല ഭംഗിയിൽ കട്ടാക്കിയിട്ട് ആ മീനിൻ്റെ ബാക്കി വരുന്ന മസാല അതിലേക്ക് മിക്സ് ആക്കിയിട്ടായിട്ട് ഇത് നല്ല ഭംഗിയിൽ ഇങ്ങനെ വഴറ്റിയിട്ട് എടുത്തിട്ട് ഒരു തക്കാളി ഇട്ടിട്ട് അത് നല്ല ഭംഗിയിൽ ഇങ്ങനെ വെന്തിങ്ങനെ ഒടിയാനാകുന്ന സമയമില്ലേ, ആ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടായിട്ട് ഒരു വാഴൻ്റെ ഇല എടുത്ത് എന്നിട്ട് അത് നല്ല ഭംഗിയിൽ ഒന്നിങ്ങനെ വാട്ടിയിട്ടെടുത്ത് ഫ്ലെയിമിൽ കാണിച്ചിട്ട് അപ്പോൾ അതിങ്ങനെ കുഴഞ്ഞാണിക്കാവും. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് വെച്ച ഈ മസാല നല്ല എല്ലായിടത്തും മീനിൻ്റെ ആ ഒരു സൈസിനനുസരിച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ടായിട്ട് അതിലേക്ക് ഈ എയർ ഫ്രയറിൽ വെച്ച ഫിഷ് പ്ലേസ് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന മസാലയും ഈ എയർ ഫ്രയറിൽ വെച്ച അതിൽ മീനിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ടാവും, ആ നെയ്യ് നല്ല ഇങ്ങനെ ഊരിയിട്ട് കുറച്ച് വെള്ളം വന്നിട്ടുണ്ടാവും. അതും ഈ മസാലേൻ്റെ മുകളിലേക്ക് തന്നെ മിക്സ് ആക്കിയിട്ടായിട്ട് വാഴൻ്റെ ഇലയിൽ നല്ല ഭംഗിയിൽ 4 സൈഡും മടക്കിയിട്ട് പിന്നെ ഞാൻ കെട്ടിയിട്ടാണ് ഇടുക. കെട്ടിയെങ്കിൽ നല്ലത്. നിങ്ങൾക്ക് നല്ല വാഴൻ്റെ ഇല നല്ലതിൽ വാടണം. എൻ്റെ ഇത് ഒരു സൈഡ് ചെറുങ്ങനെ വാടിയിട്ടുണ്ടായിട്ട് അതുകൊണ്ട് ആ സൈഡ് ചെറുങ്ങനെ പൊട്ടിന്. അതുകൊണ്ട് നല്ല വാടിയ വാഴൻ്റെ ഇലയിലാക്കണം. എന്നിട്ട് ഞാനിങ്ങനെ സെറ്റാക്കിയിട്ടായിട്ട് ഞാൻ നേരത്തെ മീൻ എയർ ഫ്രൈ ആക്കി ആ പാത്രത്തിൽ തന്നെ ഇത് വെച്ചിട്ട് എയർ ഫ്രയർ ഓൺ ആക്കിയിട്ട് ഒരു 200 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് സെറ്റാക്കിയിട്ട് അതിലേക്ക് വെച്ച് എന്നിട്ട് പിന്നെ ഇത് ആയിട്ടാകുമ്പോൾ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് അതിനെ മാറ്റി എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ അടിപൊളി നല്ല മണയിൽ ഇങ്ങനെ വരുന്നുണ്ടായി. നല്ല ടേസ്റ്റി മീൻ പൊള്ളിച്ചത് റെഡിയായി. ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്, നിങ്ങൾ ഇതെങ്ങനെ ആക്കിയിട്ട് നോക്കണം.